അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. വേറിട്ട അനുഭവമായി ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞം. സപ്താഹ ആചാര്യനും സഹ ആചാര്യരും ഊട്ടുപുരയിലെ ദേഹണ്ണക്കനും സ്ത്രീകൾ മാത്രം. വനിതകളുടെ വിശേഷ സാന്നിധ്യത്താൽ ശ്രദ്ധേയമാവുകയാണ് കേരളകാശി എന്ന പ്രസിദ്ധമായ മൂവാറ്റുപുഴ ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഭാഗവത സപ്താഹയജ്ഞം. ഇവിടെ സപ്താഹ ആചാര്യയും സഹാചാര്യരും ഊട്ടുപുരയിലെ ദേഹണ്ടക്കാരും സഹായികളുമെല്ലാം വനിതകൾ മാത്രമാണ് എന്നതാണ് ഈ വർഷത്തെ സവിശേഷത. 2 വർഷങ്ങൾക്ക് മുൻപ് അക്കിത്ത ഭാഗവത സപ്താഹത്തിലൂടെ ശ്രദ്ധേയമായ ഈ ക്ഷേത്രസന്നിധിയിലെ ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആചാര്യത്വം വഹിക്കുന്നത് ആധ്യാത്മിക രംഗത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരി കൂടിയായ മാടശ്ശേരി ഹരിപ്രിയയാണ്. സ്ത്രീകൾ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചാൽ തേർത്തെളിക്കാൻ പോലും തയ്യാറാകുന്ന ഭഗവാന്റെ കഥ സ്ത്രീകൾ പറയുന്നതിൽ അതിശയോക്തിയില്ലെന്ന് ആചാര്യ ഹരിപ്രിയ പറഞ്ഞു. സ്ത്രീകള് പ്രധാന ആചാര്യസ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ ഒരു സപ്താഹങ്ങൾ പൊതുവെ കുറവാണ്. സ്ത്രീകൾ ശ്രോതാക്കളായിട്ട് നിറയെ സ്ത്രീകളായിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ഇതിൽ ഭാഗവതത്തിലാകുമ്പോൾ അത് ശ്രീശുക ബ്രഹ്മർഷിക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്നാണ്. സ്ത്രീകൾ തേര് തെളിച്ചാലും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചാലും ഭഗവാൻ തേര് തെളിക്കും. അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെയൊന്നുമില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഓടക്കുഴൽ ഊതാറുണ്ട്, മയിൽപ്പീല പീപ്പി ഊതാറുണ്ട്, ശംഖ് വിളിക്കാറുണ്ട്, പാഞ്ചജന്യം നരസിംഹമായിട്ടൊക്കെ അലറാറുണ്ട്. ഈ ശബ്ദമെല്ലാം ഭഗവാന്റെ ശബ്ദം തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴ നാരായണമംഗലത്ത് ഗിരിജ രാമചന്ദ്രനും പെരുമ്പാവൂർ ചങ്ങഴശ്ശേരി ലതാദേവിയുമാണ് സഹാചാര്യർ. ഊട്ടുപുരയിൽ ദേഹണ്ഡത്തിന് മിനി ശർമ്മ, സിന്ധു മനോജ്, ധന്യ S, സൗമ്യ സുജേഷ് എന്നിവരുമുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ക്ഷേത്രത്തിൽ ബലിയിടാൻ എത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് സപ്താഹത്തിന്റെ പാചകം ഏറ്റെടുത്തതെന്ന് ഇവർ പറഞ്ഞു. ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 1 വർഷം പൂർത്തിയായി. 1 വർഷമായിട്ട് ഇവിടെ ബലിയിടാൻ ശ്രാദ്ധത്തിനായിട്ട് എത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും സ്ത്രീകളാണത് ചെയ്യുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ ഇത്തവണ സപ്താഹയജ്ഞം പോലെയുള്ള ഒരു ഇവൻറ്റ് ആദ്യമായിട്ട് ഏറ്റെടുക്കുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് സഹായികളായിട്ടുള്ളവരും സ്ത്രീകൾ തന്നെയാണ്. അങ്ങനെ സ്ത്രീകളുടെ ഒരു സംഗമം അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ ഒരു സത്സംഗമാണ് ഇവിടെ നടക്കുന്നത്. ജനുവരി 5 മഹാത്മ്യ പാരായണത്തോടെ ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞം 12 ഉച്ചയ്ക്ക് സമാപിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള വെഡിംഗ് സെറ്റുകൾ 5, 10, 15, 20 തുടങ്ങി 100 പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ് തൊടുപുഴ.